ചരിത്രത്തിൽ ഇതുവരെ റെക്കോർഡ് സീറ്റ് നിലയിലേക്ക് ലീഗ് എത്തുകയാണ്. മത്സരിച്ച 27 സീറ്റുകളിൽ 23-ലും ലീഡാണ്. ആദ്യ വനിതാ MLA-ക്കും സാധ്യതയാണ്. നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഗ് പിന്നിൽ. ഒന്ന് ചേലക്കര, മറ്റൊന്ന് പുനലൂർ, മറ്റൊന്ന് കൂത്തുപറമ്പ്, പിന്നൊന്ന് അഴീക്കോട്. ഈ 4 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി 27 മണ്ഡലങ്ങളിൽ 23-ലും ലീഗ് വിജയിക്കുന്നു. സ്ട്രൈക്ക് റേറ്റ് എന്ന അപാര സ്ട്രൈക്ക് റേറ്റ്. വൈഭവ് സൂര്യവംശിയുടെ ക്രിക്കറ്റിലെ സ്ട്രൈക്ക് റേറ്റ് ആണ് ലീഗിന് ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കിട്ടുന്ന ഗംഭീരമായ വർക്കാണ്. എത്ര അഭിനന്ദിച്ചാലും പഞ്ചായത്തിൽ പിരായിരി, കണ്ണാടി, മാത്തൂര് അവിടെയൊക്കെ നേരിയ വോട്ടിന്റെ മാത്രം ചിലപ്പോൾ LDF എഡ്ജ് ഉണ്ട്. 5396 വോട്ടുകൾക്ക് കാട്ടാക്കടയിൽ MR ബൈജു മുന്നിൽ. അവിടെ IB സതീഷ് പിന്നിലാവുന്നു. കാട്ടാക്കടയിൽ IB സതീഷ് പിന്നിലാവുന്നു 5396 വോട്ടുകൾക്ക് മുന്നിൽ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് നേമവും മറ്റൊന്ന് കൊട്ടാരക്കരയുമാണ്. പക്ഷെ ഇനി 2-3 റൗണ്ട് മാത്രമേ ഒരു നല്ല ലീഡാണ് നിലവിലെന്ന് വിചാരിക്കാം. മോശമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 14 ടേബിളുകൾ എണ്ണാനുണ്ട്. ഏകദേശം 14,000-ഓളം വോട്ട് വരും. 14,000-ഓളം ഉണ്ടാവും. 2 റൗണ്ട്. ചേച്ചി പറയുന്ന റൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. 2 റൗണ്ടുകൾ ഉണ്ടാവില്ല. അപ്പൊ 14,000-ഓളം വോട്ടുകൾ ഇനിയും എണ്ണാൻ കിടക്കും. നെയ്യാറ്റിൻകരയിൽ ശക്തനാവുന്നു. 2,798 വോട്ടുകൾക്കാണ് ശക്തനാകുന്നത്. അവിടെ ഇരുവരെയും മുന്നിൽ നിന്നിരുന്ന സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി പിന്നിലാവുന്നു. നെയ്യാറ്റിൻകരയിൽ ശക്തനും മുന്നിൽ 2,798. ഇനി 4 റൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. തീരദേശ മേഖല, അതിൽ ശക്തന് തിരിച്ചുപിടിക്കാൻ പറ്റും. TN പ്രതാപൻ 1428 വോട്ടിന്റെ ലീഡ്. വീണ്ടും മണലൂരിൽ TN പ്രതാപന്. വീണ്ടും UDF ലീഡ് നേടുന്നു. TN പ്രതാപൻ എത്ര വനിതകൾ ഇതിനകം ലീഡ് ചെയ്തിട്ടുണ്ട്? ഫാത്തിമ തെഹ്ലിയ, ഉഷ, ഷാനിമോൾ ഉസ്മാൻ, KK രമ, പിന്നെ ആരാണ്? വിദ്യാ ബാലകൃഷ്ണൻ, പിന്നെ ഷാനിമോൾ ഉസ്മാൻ. ധാരാളം സ്ത്രീ രമ്യയുടെ ലീഡ് ഇതുവരെ വന്നിട്ടില്ല. രമ്യ ഇടയ്ക്ക് ലീഡ് ചെയ്തു, പക്ഷെ പിന്നീട് പിന്നിൽ പോയി. 15,000 വോട്ട് കടന്നു. പാലായിൽ മത്സരം കടുക്കുന്നു. അവിടെ ജോസ് കെ മാണിക്ക് തിരിച്ചു വരാനുള്ള സാധ്യത. ഇനിയുള്ള 2-3 റൗണ്ടുകൾ വളരെ നിർണായകമാണ്. 2000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നിലവിൽ മാണി സി കാപ്പന് പാലായിൽ മണ്ഡലത്തിലുള്ളത്. ഈ 2-3 റൗണ്ടുകൾ വളരെ വീണ്ടും കേക്ക് മുറിക്കുന്നു. കോണിച്ചിഹ്നം പതിപ്പിച്ച കേക്കാണ് മുറിക്കുന്നത്. നേതാക്കൾക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാനുള്ള സമയമാണിത്. പാണക്കാട് നമ്മുടെ പാട്ടിന്റെ ക്യാപ്ഷൻ ആണല്ലോ തൂക്കി ടീം. നമ്മൾ തൂക്കി മക്കളെ എന്നത് തൂക്കിയ പാട്ട്. അതെ അതെ, അതാ കോണിച്ചിഹ്നത്തിലുള്ളതാണ്. തൂക്കി ടീം UDF എന്നുള്ളതാണ്. അത് ടീം UDF-ന്റെ കേക്കാണ് കേട്ടോ. ആണോ? അത് കോൺഗ്രസിന്റെ പതാകയുണ്ട്, ലീഗിന്റെ പതാകയുണ്ട്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക ഉണ്ട്. വേണമെങ്കിൽ നമുക്കതൊന്ന് സ്ക്രീനിൽ കാണിക്കാം. കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക ഉള്ള കേക്കാണ്. ഇപ്പോൾ പുനലൂരിൽ 20,000-ലധികം വോട്ടിന് LDF സ്ഥാനാർത്ഥി അജയ് പ്രസാദ് മുന്നിലാണ്. പുനലൂര് മാത്രമാണ് ആ കോട്ടകൊത്തളങ്ങളിൽ അവശേഷിച്ചത്. ഒരു തരംഗത്തിൽ ഉലയാതെ നിൽക്കുന്നത് പുനലൂർ മാത്രമാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഒരു ബോർഡ് കാണാം. അവിടെ RC ആണോ? ലീഡർ ഓഫ് ഓൾ സീസൺസ് RC. അതിനകത്തൊരു സംശയമില്ല. ക്യാപ്റ്റൻ ഓഫ് UDF VD സതീശൻ. മെന്റർ ഓഫ് UDF അത് നമ്മുടെ KC വേണുഗോപാൽ. ആരും വേണമെങ്കിലും മുഖ്യമന്ത്രി ആവാല്ലേ? ആരും മോശമല്ല. KC വേണുഗോപാൽ മെന്റർ, ലീഡർ ഓഫ് ഓൾ സീസൺസ് രമേശ് ചെന്നിത്തല ആൻഡ് ക്യാപ്റ്റൻ ഓഫ് UDF VD സതീശൻ. വട്ടിയൂർക്കാവിൽ 501 വോട്ടിന് ലീഡ് മാത്രമാണ് ഇപ്പോൾ പ്രോയ്ക്കുള്ളത്. നേരത്തെ ഉള്ള ലീഡാണ് 501. നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 6,492 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് 15 റൗണ്ടുകളിൽ 9 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പിണറായി വിജയൻ കേവലം 2,892 വോട്ടുകൾക്ക് മാത്രം മുന്നിൽ. 2,820. ചന്ദ്രൻ തില്ലങ്കേരി. പക്ഷേ അല്ല, മുന്നേറുന്നില്ല. മട്ടന്നൂരിൽ 15 റൗണ്ടിൽ 10 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 6,492 വോട്ടിന് VK സനോജ് മുന്നിൽ. പക്ഷെ പേരാവൂരിൽ 14-ൽ 6 റൗണ്ടുകൾ എണ്ണുമ്പോൾ 4,588 വോട്ടുകൾക്ക് പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മുന്നിൽ. കുന്നത്തൂരിൽ UDF-ന്റെ ഭൂരിപക്ഷം 20,000-ഓട് അടുക്കുകയാണ്. തവനൂരിൽ ജോയി 13,994 വോട്ടുകൾക്കാണ് KT ജലീലിനെ മലർത്തിയടിച്ചത്.
പക്ഷെ വേറൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് മത്സരമാണ്. സി പി ജോണിന്റെ നില ലീഡ് നില കുറഞ്ഞു. 745 വോട്ടിന് മാത്രം ലീഡ് മുന്നിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അല്പം ശ്വാസമടക്കി നെഞ്ച് എന്താണ് ടെൻഷൻ അടിച്ച് കാത്തിരിക്കേണ്ടി വരും. കാരണം 745 വോട്ടുകൾക്ക് മാത്രമാണ് സി പി ജോൺ മുന്നിൽ. അവിടെ കരമന ജയൻ തൊട്ടു പിന്നിലുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ 2 ഇടങ്ങളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഒറ്റ ഇടങ്ങളിൽ മാത്രമേ ബി ജെ പി ലീഡ് ചെയ്യുന്നുള്ളൂ. 104 എൻ ഡി എ മാറ്റാം. എൻ ഡി എയുടെ ലീഡ് ഒരേ ഒരിടത്തായിട്ട് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അതെ, ചുരുങ്ങിയോ? കൂടി 104ലേക്ക് എൻ ഡി എയുടെ ഒന്നായിട്ട് മാറുന്നു. മഞ്ചേശ്വരം ലീഡ് 25,000 അടുക്കുന്നു. ചാത്തന്നൂർ ലീഡുണ്ട്. ചാത്തന്നൂരും നേമത്തുമാണ് ഇപ്പോൾ എൻ ഡി എ ലീഡ് ഉള്ളത്. കരമന ജയൻ ഒരു പക്ഷേ ലീഡ് ചെയ്തേക്കാം അടുത്ത റൗണ്ടിൽ. മഞ്ചേശ്വരത്ത് നോക്കൂ, 9ാം റൗണ്ട് പിന്നിട്ടപ്പോൾ എ കെ മഷ്റഫി 24,187 വോട്ടിന് മുന്നിൽ. മഞ്ചേശ്വരത്ത് എൽ ഡി എഫിന്റെ വോട്ടിൽ വൻ ചോർച്ച. എൽ ഡി എഫിന്റെ വോട്ടിൽ വൻ ചോർച്ച. 9ാം റൗണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിന് കിട്ടിയത് 9,816 വോട്ട് മാത്രമേ. അതായത് സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ള പ്രചരണം അവിടെ വർക്കാവുകയും എൽ ഡി എഫിലെ വോട്ടുകൾ കൂട്ടത്തോടെ യു ഡി എഫിൽ പോവുകയും. കപ്പിനും ചുണ്ടനും ഇടയിൽ നഷ്ടപ്പെട്ട 2 തവണ. ഇത്തവണ കപ്പുമില്ല, ഒന്നുമില്ല. 1,00,000 വോട്ടിനാണ്. 1,00,000 വോട്ടിന് എൽ ഡി എഫ് ആണ് അവിടെ പണി കൊടുത്തിരിക്കുന്നത്. എൽ ഡി എഫിന്റെ വോട്ടുകൾ കൂട്ടത്തോടെ യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട്. ഇനി കഴക്കൂട്ടത്ത് നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ടാവും. യു ഡി എഫിന്റെ വോട്ടുകൾ പ്രശാന്ത് ലീഡ് 501. അതെ, വട്ടിയൂർക്കാവ് 501 ലീഡ് നിലനിർത്തുകയാണ് പ്രശാന്ത് ബ്രോ. ഇതിനിടയ്ക്കൊക്കെ പ്രതികരണങ്ങൾ വരുന്ന കൂടെ ഇടയ്ക്ക് വായിച്ചു. കണ്ണൂരിൽ ടി ഒ മോഹന്റെ ഭൂരിപക്ഷം 16,000 കടന്നു കേട്ടോ.